ഹായ് ഹലോ ഇറ്റ്സ് മീ രഞ്ജുട്ടി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കീശേരി ദേവി ക്ഷേത്രത്തിൽ സപ്താഹം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം അമ്മയും ഞാനും കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് പോകുന്നത്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, 7 ദിവസം സപ്താഹം തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ വെക്കും കേട്ടോ. അങ്ങനെ 2 വിഗ്രഹം ഞങ്ങൾ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഗ്രഹം കേട്ടോ. ഇത് പിന്നെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും, കാരണം ഞാൻ പെയിന്റ് അടിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. ഇത് പിന്നെ അമ്മയുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന കൃഷ്ണന്റെ വിഗ്രഹമായിരുന്നു. ഇത് മാത്രമല്ല, നമ്മളിത് ഈ അമ്പലത്തിലേക്ക് ദേവിക്കും ഗണപതിക്കും ചാർത്താൻ വേണ്ടിയിട്ട് ഇതേ പട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോവാൻ ഇനിയും ടൈം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങി നേരെ എണീറ്റ് കുളിച്ചിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഗായ്സ്, ഞാനൊന്ന് ഉറങ്ങിട്ടോ. ഒരുറക്കം പാസ്സാക്കിയപ്പോഴേക്ക് സമയം 3 മണിയായിട്ടുണ്ട്. അമ്മ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അമ്മയുടേത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം. അപ്പോൾ കുളിച്ച് വന്നിട്ട് കാണാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞത് ഞാൻ സെറ്റും മുണ്ടും എടുത്തോട്ടോ. ഞാനല്ല എടുത്തത്, അമ്മയാണ് ഉടുപ്പിച്ച് തന്നിട്ടുള്ളത്. അമ്മയുടെ സെറ്റും മുണ്ടും ബ്ലൗസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ട്രഡീഷണൽ രീതിയിൽ നമ്മൾ നടക്കുന്നതൊക്കെ കേട്ടോ. അമ്മ സാരിയും സെറ്റും മുണ്ടൊക്കെ ഉടുപ്പിച്ച് തരുമ്പോൾ ഒരു പ്രത്യേക തരം കംഫർട്ടാണ് കേട്ടോ. എത്രയൊക്കെ നന്നായിട്ട് സാരി ഉടുക്കാൻ അറിഞ്ഞാലും അമ്മ മുന്നിലുണ്ടെങ്കിൽ ചേച്ചി ഞാനും പിന്നെ അമ്മേനെ കൊണ്ട് മാത്രമേ സാരി ഉടുപ്പിക്കാറുള്ളൂ. മൈ പ്രൊഫഷണൽ സാരി ഡ്രാപ്പർ. പ്രൊഫഷണൽ സാരി ഡ്രാപ്പർ അമ്മ. അങ്ങനെ അമ്മയും ഞാനും ഇതേ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മയാണ് എന്നെ സെറ്റും കൊണ്ട് ഉടുപ്പിച്ച് തന്നിട്ടുള്ളത്. അമ്മേൻ്റെ ബ്ലൗസാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ തടിച്ചിട്ടുണ്ട്. ഹരേ രാമ 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 ഹരേ. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളത് ഈ പ്രസാദം കഴിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ടായിരുന്നേ. ഇങ്ങനെ കുറച്ചു നേരം അമ്പലത്തിൽ വന്നിരിക്കുമ്പോൾ മനസ്സിന് പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഉണ്ണിക്കണ്ണന്മാരെയൊക്കെ തൊഴുതിട്ട് ഇന്നത്തെ പ്രസാദമായിട്ടുള്ള ഉപ്പുമാവും നല്ല ചൂടുള്ള കട്ടൻ ചായയും കഴിച്ചു കേട്ടോ. എന്നിട്ട് കുറച്ചു നേരം അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നിന്നേ. അങ്ങനെ നമ്മളിതേ അമ്പലത്തിൽ നിന്നും തിരിച്ചെത്തിട്ടോ. അമ്പലത്തിലത്തെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മുഴുവനൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം കുറേ നാമഞ്ചലും കാര്യങ്ങളായിട്ട് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടെറ്റ ബൈ ബൈ. പിന്നെ എൻ്റെ ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ബൈ ബൈ.